ആരോഗ്യവും രുചിയും ഒരുമിച്ച് ചേർന്ന ബീട്രൂട്ടിൽ ഈ ഒരു ടിപ്പ് പ്രയോഗിച്ച് നോക്കുക. ബീട്രൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇങ്ങനെ ഉണ്ടാക്കിയാൽ പാത്രം കാലിയാകുന്ന വഴിയറിയില്ല. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീട്രൂട്ട് കഴിക്കില്ലെന്ന് പറഞ്ഞ ആളാണ് ഈ മെഴുക്കുവരട്ടി കഴിച്ചു കഴിഞ്ഞപ്പോൾ റെസിപ്പി ചോദിച്ചത്. ഇതാണ് ആ റെസിപ്പി. ചൂടായ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക. കൂടെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർക്കുക. ഉഴുന്നുപരിപ്പിൻ്റെ അളവ് കുറയ്ക്കരുത്. ഉഴുന്നുപരിപ്പ് കുറച്ചൊന്ന് റോസ്റ്റായി വരണം. അങ്ങനെ റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ ചിരകിയ തേങ്ങ 1/4 കപ്പ് ചേർക്കണം. തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. കൂടുതൽ തേങ്ങ ചേർക്കരുത്. ഇനി എല്ലാം നന്നായിട്ട് റോസ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർക്കുക. കൂടെ 1 സബോള അരിഞ്ഞതും കൂടെ ചേർക്കുക. വീണ്ടും എല്ലാം കൂടി വഴറ്റുക. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റണം. വഴന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ 3/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. മുളക് പൊടിയുടെയും വെളിച്ചെണ്ണയുടെയും അളവ് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഈ സമയം ഫ്ലെയിം ലോയിലായിരിക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കണം. കൂടെ കുറച്ച് കറിവേപ്പില. എന്നിട്ടെല്ലാം കൂടെ 1/2 മിനിറ്റ് തുറന്ന് വെച്ച് ഇളക്കുക. ബീട്രൂട്ട് കൊണ്ട് നമുക്ക് പല റെസിപ്പികളും ഉണ്ടാക്കാം. എന്നാൽ ഈ ഒരു റെസിപ്പി വളരെ എളുപ്പമാണ്. മിക്സി ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ പാത്രത്തിൽ നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ സമയം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നീര് കൂടി ചേർക്കുക. ഉപ്പ് നീരിന് പകരം നിങ്ങൾക്ക് ഉപ്പുപൊടി ചേർക്കാം. പക്ഷേ ഉപ്പുപൊടി ഇടുമ്പോൾ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കണം. വീണ്ടും ഇതെല്ലാം നന്നായിട്ട് ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്കുന്നത് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വെന്ത് കഴിഞ്ഞ് തുറന്ന് നോക്കുക. ഇനി 1 മിനിറ്റ് തുറന്ന് വെച്ച് ഇളക്കണം. നന്നായി ഇളക്കുക. ഇതൊന്ന് മൊരിയിച്ചെടുക്കുക. അതിനുശേഷം മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ ഇട്ട് കൊടുക്കാം. വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് മെഴുക്ക് വരട്ടി തയ്യാറായി കഴിഞ്ഞു. വേറൊരു കൂട്ടാനില്ലെങ്കിലും ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ള ഈ ബീട്രൂട്ട് മെഴുക്ക് വരട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.